ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഈസാറാമ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് ഞാൻ അതിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് ക്വസ്റ്റ്യൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ആഡ് ആയിട്ടില്ല. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. എന്താണ് കാരണം എന്ന് അറിയില്ല, ഫോൺ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവിലും ഈസാറാമിൻ്റെതും വേറെ അത് 2 വീഡിയോസും പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് സെൻറ്റൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈസ്, ആർ, ആം എന്നുള്ളതിൻ്റെ നെഗറ്റീവാണ്, അതായത് ഇസിൻറ്റ്, ആറിൻറ്റ്, ആം നോട്ട് ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് ചെക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളതും ഇങ്ങനെ വീഡിയോ ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് പറയാം കേട്ടോ. അപ്പോൾ വെരി താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആം, ഈസ്, ആർ പഠിച്ച സമയത്ത് തന്നെ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇങ്ങനെ അല്ല എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ്, ഇനിയിപ്പോൾ ഈസ്, ആർ, ആം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങളാരും ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ, അതായത് ഈസാറാമിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ അതാണ്. സെക്കൻഡാമത്തേതാണ് വേറെ. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇതിന് നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ സ്കൂളിലേക്ക് പോവുകയല്ല. ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണ് പറയാറ് അല്ലേ. അവിടെ നമ്മൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നാൽ അതിൻ്റെ പോവുകയല്ല എന്നുള്ള ഓപ്പോസിറ്റ് നമുക്ക് പറയണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല. എങ്ങനെ പറയണം? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. ആ ആമിൻ്റെ കൂടെ ഒരു നോട്ട് അങ്ങോട്ട് യൂസ് ചെയ്യുക. അപ്പം ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോവുകയല്ല. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഡോക്ടറെ കാണിക്കുകയല്ല. ഞാൻ ഡോക്ടറെ കാണിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആം ഷോയിങ് ദ ഡോക്ടർ എന്ന് പറയും. ഐ ആം ഷോയിങ് ദ ഡോക്ടർ, ഞാൻ ഡോക്ടറെ കാണിക്കുകയാണ്. അതിന് നെഗറ്റീവിലോട്ടാക്കുമ്പോൾ സിമ്പിളല്ലേ? ഐ ആം നോട്ട് ഷോയിങ് ദ ഡോക്ടർ. ഐ ആം നോട്ട് ഷോയിങ് ദ ഡോക്ടർ. ആമിൻ്റെ കൂടെ ഒരു നോട്ട് യൂസ് ചെയ്തു. ഐ ആം നോട്ട് ഷോയിങ് ദ ഡോക്ടർ. അതുപോലെ നോക്കൂ, ഞാൻ പഠിക്കുകയല്ല. ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുമ്പം ഐ ആം സ്റ്റഡിയിങ്. ഐ എം സ്റ്റഡിയിങ്. ING ഫോം വേണം. ഇതൊക്കെ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണണേ. ഐ എം സ്റ്റഡിയിങ്. ഇനി ഞാൻ പഠിക്കുകയല്ല. ഐ എം നോട്ട് സ്റ്റഡിയിങ്. ഐ എം നോട്ട് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയല്ല. അപ്പോൾ ആമിൻ്റെ കൂടെ നമ്മൾ നോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുകയല്ല, ഞാൻ എഴുതുകയല്ല, ഞാൻ പാടുകയല്ല, ഞാൻ ഓടുകയല്ല, ഞാൻ ചാടുകയല്ല എന്നുള്ള നെഗറ്റീവിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കിത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നുള്ളത് നമുക്ക് നീ എന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഞാൻ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയില്ലല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ ഉറങ്ങുകയല്ലേ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. എന്നാലും ഞാൻ ക്ലിയർ ആവാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഉറങ്ങുകയല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിലറി ഫസ്റ്റിലേക്ക് വരും. അപ്പം ആം നോട്ട് എന്നാണല്ലോ. അപ്പം ആം നോട്ട് ഐ സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയല്ലേ. ഇനി നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കാറില്ലേ, ഞാൻ ഉറങ്ങുകയാണല്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതെങ്ങനെ ചോദിക്കും? അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓക്സിലറി ശ്രദ്ധിക്കുക, അതിൻ്റെ കൂടെ ഒരു നോട്ട് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഉറങ്ങുകയാണ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഐ എം സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയാണ് അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് ഐ. ആദ്യം നമ്മുടെ ഓക്സിലറി വന്നു, അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് യൂസ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കൂടെ സബ്ജക്റ്റ് ആഡ് ചെയ്തു. ക്ലിയർ ആയോ? ഇനി ഞാൻ ഡോക്ടറെ കാണിക്കുകയല്ല എന്നിങ്ങനെ പറയും? ഐ എം നോട്ട് ഷോയിങ് ദ ഡോക്ടർ. അതുപോലെ തന്നെ ഞാൻ പഠിക്കുകയല്ല എന്നെങ്ങനെ പറയും?
ഐ എം നോട്ട് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുമ്പം ഐ എം സ്റ്റഡിയിങ് ആണ്. അതിൻ്റെ കൂടെ ആമിൻ്റെ കൂടെ ഒരു നോട്ട് യൂസ് ചെയ്താൽ ഞാൻ പഠിക്കുകയല്ല, ഐ എം നോട്ട് സ്റ്റഡിയിങ്. അപ്പോൾ ഐ എം നോട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറയുകയാണ് അവൾ സ്കൂളിലേക്ക് വരികയില്ല. ഇവിടെ സബ്ജക്റ്റ് മാറിയിട്ടുണ്ടല്ലേ, അവൾ സ്കൂളിലേക്ക് വരികയില്ല. ഇവിടെ നമ്മൾ ഷേ, ഹേ, ഇറ്റ്, നെയിമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഈസ് എന്നാണല്ലേ. അപ്പം എങ്ങനെ പറയും, ഷീ ഈസ് നോട്ട് കമ്മിങ് ടു സ്കൂൾ, ഷീ ഈസ് നോട്ട് കമ്മിങ് ടു സ്കൂൾ. അപ്പം നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ഷോർട്ടാക്കി പറയാം. ഈസ് നോട്ട് എന്നുള്ളത് ഈസിൻ്റ് എന്ന് പറയാം. അപ്പം ഷീ ഈസിൻറ്റ് കമ്മിങ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് വരികയില്ല. വരികയാണ് എന്നാണെങ്കിൽ ആ നോട്ട് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ്, അവൻ ഡോക്ടറെ കാണിക്കുകയല്ല. അവൻ ഡോക്ടറെ കാണിക്കുകയല്ല എന്നിങ്ങനെ പറയും. ഇവിടെ സബ്ജക്റ്റ് എന്താണ്, അവൻ എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹി ഈസ് നോട്ട് ഷോവിങ് ദ ഡോക്ടർ, ഹി ഈസ് നോട്ട് ഷോവിങ് ദ ഡോക്ടർ. അതിനെ നമ്മൾ ഷോർട്ടാക്കുമ്പം ഹി ഈസിൻറ്റ് ഷോവിങ് ദ ഡോക്ടർ, ഹി ഈസിൻറ്റ് ഷോവിങ് ദ ഡോക്ടർ. ഇനി ഇങ്ങനൊരു സെൻറ്റൻസ് പറയുകയാണ്, അത് പാട്ട് പാടുകയല്ല. അത് പാട്ട് പാടുകയല്ല. ഇവിടെ സബ്ജക്റ്റ് അത് എന്നാണ്. അപ്പോൾ എങ്ങനെ പറയും, ഇറ്റ് ഈസിൻറ്റ് സിംഗിങ്, ഇറ്റ് ഈസിൻറ്റ് സിംഗിങ്. ഈസിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നോട്ട് എന്നല്ലേ. അപ്പോൾ ഇറ്റ് ഈസിൻറ്റ് സിംഗിങ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആക്കി ചോദിച്ചാലോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് എങ്ങനെ ചോദിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിലറി ഫസ്റ്റിൽ വരും, രണ്ടാമത് സബ്ജക്റ്റ് വരും എന്നുള്ളത് റൂളാണ്. അപ്പോൾ അവൾ പഠിക്കുകയല്ലേ എന്നെങ്ങനെ നമ്മൾ ചോദിക്കും. ഫസ്റ്റിൽ നമ്മൾ ഓക്സിലറി വരുമ്പം അത് നെഗറ്റീവ് ഓക്സിലറി ആണല്ലേ, ഈസിൻ്റെ എന്നാണ്. ഈസിൻ്റെ ഷീ സ്റ്റഡിയിങ്, ഈസിൻ്റെ ഷീ സ്റ്റഡിയിങ്. അവൾ പഠിക്കുകയല്ലേ. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അവൾ പഠിക്കുകയാണല്ലേ അല്ലെങ്കിൽ അവൾ പഠിക്കുകയാണ് അല്ലേ. അതായത് ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, അവൾ കല്യാണം കഴിക്കുന്നുണ്ടോ, അല്ല അവൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവൾ പഠിക്കുകയാണല്ലേ, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലോ, ഇതാണ് ഇത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പഠിക്കുകയല്ല അല്ലേ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റിൽ നമുക്കത് ഏസ് ഷീ എന്ന് മതി. ഇപ്പം നമ്മൾ പഠിക്കുകയാണ് അല്ലേ എന്ന് പറയുമ്പം അവിടെ എന്ത് വേണം, ഏസ് ഇൻറ്റു ഷീ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ സബ്ജക്റ്റ് ഹി ആയി വരുമ്പോഴും അല്ലെങ്കിൽ ഒരു നെയിം വെച്ച് നമ്മൾ സബ്ജക്റ്റ് തുടങ്ങുമ്പോഴൊക്കെ ഇതേ റോള് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈസിൻ്റും ആം നോട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആൻഡ്, അതായത് ആറിൻറ്റ് എങ്ങനെ പറയാമെന്ന് നോക്കാം. അതായത് പ്ലൂരലിൻ്റെ കൂടെയാണല്ലോ നമ്മൾ ആർ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, നീ സ്കൂളിലേക്ക് പോവുകയല്ലേ, നീ സ്കൂളിലേക്ക് പോവുകയല്ലേ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കണം, യു എന്നുള്ളത് നമുക്ക്, നീ എന്ന് പറയുമ്പോൾ യു ആണ് സബ്ജക്റ്റ് വരെ, യു എന്ന് പറയുന്നത് പ്ലൂരലാണല്ലേ നമ്മൾ പറയാറ്. അപ്പം ആർ നോട്ട് യു ഗോയിങ് ടു സ്കൂൾ, ആർ നോട്ട് യു ഗോയിങ് ടു സ്കൂൾ. എല്ലാ ഓക്സിലറിയുടെ കൂടെയും നമ്മൾ നോട്ട് യൂസ് ചെയ്യും. അപ്പം അതിന് ഷോർട്ടാക്കുമ്പം ആൻഡ് യു ഗോയിങ് ടു സ്കൂൾ. നെക്സ്റ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയല്ലേ, അവർ ക്രിക്കറ്റ് കളിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കും. ഇവിടെ സബ്ജക്റ്റ് അവർ എന്നാണല്ലേ. അപ്പോൾ എങ്ങനെ പറയും, ആൻഡ് ദേ പ്ലേയിങ് ക്രിക്കറ്റ്, ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ് അല്ലേ. ദേ എന്ന സബ്ജക്റ്റ് ആകുമ്പം, ദേ ആകുമ്പോൾ പ്ലൂരലാണ്, പ്ലൂരലിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആറാണ്. അപ്പോൾ ആറിനെ നെഗറ്റീവിലോട്ട് ആക്കുമ്പം ആർ നോട്ട് എന്ന് വരും, അതിന് ഷോർട്ടാക്കുമ്പോൾ ആറിൻ്റെ എന്ന് വരും. ആൻഡ് ദേ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയല്ലേ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏസിൻറ്റ്, ആം നോട്ട് എന്നുള്ള ആ റൂൾസ് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണല്ലേ, അവർ ക്രിക്കറ്റ് കളിക്കുകയാണല്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ഇവിടെ ഫസ്റ്റിൽ പറയുന്നത് അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ എന്നാണ്. ഇവിടെ ഫസ്റ്റിൽ നെഗറ്റീവിലല്ല വന്നിട്ടുള്ളത് അല്ലേ, കളിക്കുകയാണ് അല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സെൻറ്റൻസ് കണ്ടാൽ മനസ്സിലാകും. അപ്പം നമ്മളിവിടെ ഇങ്ങനെ അല്ലേ എന്നുള്ളതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഓക്സിലറിൻ്റെ കൂടെ ഒരു നോട്ട് യൂസ് ചെയ്യുക, ആൻഡ് ദേ. സബ്ജക്റ്റ് രണ്ടാമത് വരും, ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം ആർ നോട്ട് ദേ എന്നുള്ളതിനെ ഷോർട്ടാക്കുമ്പം ആൻഡ് ദേ. അപ്പം ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ആൻഡ് ദേ.
ഇതുപോലെ തന്നെ നമ്മൾ വി സബ്ജക്റ്റായി വരുമ്പോഴും അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകൾ സബ്ജക്റ്റായി വരുമ്പോഴൊക്കെ നമ്മൾ ഇതേ റൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ദേ, അതുപോലെ യു, ആൻഡ്, ആർ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.